ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റം ആണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു സ്പൂണിന്റെ അളവിൽ ഒരു അര സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ ഞാനിവിടെ 1.5 സബോളയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ 2 തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് പെട്ടെന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്ന എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിളർപ്പായതുകൊണ്ടാണ് ഒരു 15 എണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുഴുവനെ ആണെന്നുണ്ടെങ്കിൽ 10 എണ്ണമൊക്കെ മതിയാവും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുകൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 30-40 സെക്കൻഡോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനി ഈ ഒരു പച്ചമുളകൊന്നും വെന്ത് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വാടി വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതെല്ലാം ഈ ഒരു പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ചൂടാറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. കട്ടിയായിട്ടുള്ള പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൻ്റെ 1/2 കപ്പിനുള്ള തൈരാണിത്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് വീണ്ടും ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പൂണിന്റെ അളവിൽ. അത് ഈ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിന്റെ മണമാണ് നമുക്കിതിൽ മുന്തി നിൽക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മിക്സ് നല്ല കട്ടിയുള്ള പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കട്ടി വേണ്ട. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലുള്ളതും കൂടെ ആ ഒരു മസാല ഇളകി വരാൻ വേണ്ടി ആ ഒരു ജാറിലേക്ക് 1/4 കപ്പ് അളവിലുള്ള വെള്ളം 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ എരിവുള്ള സാദാ മുളക് പൊടി 1/2 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, 1/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാനിപ്പോൾ കുറുകിയ ചാറോട് കൂടിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളം ഊറി വന്നോളും. കുറച്ചുകൂടെ ലൂസായിട്ട് മതി എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 1.5 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ചിക്കൻ്റെ അളവിനാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോഴാണ് ഇതിലേക്ക് വെള്ളം ഊറി വരുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും വെള്ളം ഊറി വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഏത് അളവിലാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ അല്ലാതെയൊക്കെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് സമയം ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തത്. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പലതരത്തിൽ വെറൈറ്റി ചിക്കൻ കറികൾ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.